അഞ്ജൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഗാർഡനോട് ചേർന്ന് ഒഴുകുന്ന ആറാണ് പമ്പയാറും കക്കാട്ടാറും കൂടെ ചേർന്ന ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഗാർഡനിൽ നിൽക്കുമ്പം നമുക്ക് ഈ ആറ് കാണാൻ പറ്റും. എപ്പോഴും നിറയെ വെള്ളമുള്ള ഒരു ആറാണ്. മേലിൽ ഡാമൊക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും വെള്ളം വരുന്നു. ഇത് നമ്മൾ കോംബോ ഓഫർ തന്നെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ റോസായുടെ കോംബോ, പുതിയ വെറൈറ്റി റോസകൾ വീണ്ടും കോംബോ ആയിട്ട് തരുന്നുണ്ട്. ഡബിൾ കളർ വരുന്ന വലിയ പൂക്കളുണ്ടാകുന്ന റോസയാണ് ഇന്ന് കോംബോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. 250 രൂപയ്ക്ക് 5 കളർ വരുന്ന ഡബിൾ കളർ വരുന്ന റോസ. പിന്നെ ഡബിൾ കളർ വരാത്ത പൂക്കളുള്ളത് വലിയ പൂക്കളും പുതിയ മോഡൽ റോസകളുമാണ്. കഴിഞ്ഞ പ്രാവശ്യം 12,000 റോസ നമ്മൾ സെയിൽ ചെയ്തു. എല്ലാവർക്കും നല്ല സേഫായിട്ട് തന്നെ കിട്ടി. ചിലതിനൊക്കെ പൂക്കൾ ഇല്ലായിരുന്നേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ ആ പൂക്കൾ കൊഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാം പല വെറൈറ്റി 5 എണ്ണം വെച്ച് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു. അങ്ങനെയാണ് എല്ലാവർക്കും കൊറിയർ ചെയ്ത്. ഡബിൾ കളർ വരാത്തത് റോസകളും ഉണ്ട്. അതിന് വലിയ പൂക്കളുള്ള പുതിയ മോഡൽ റോസകളാണ്. ഈ റോസ നല്ലതായിട്ട് പിടിച്ച് കിട്ടും. കാരണം എല്ലാം 10 എണ്ണമൊക്കെ ഒന്നിച്ച്, അതായത് 2 സെറ്റായിട്ടൊക്കെ വാങ്ങിച്ചവരുണ്ട്. ആ 10 എണ്ണവും നല്ലതായിട്ട് പിടിച്ചിട്ട് അതിന് പൂക്കളുണ്ടായ ഫോട്ടോയൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് പിടിക്കുന്ന റോസയാണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചകിരിച്ചോറിട്ട് നടരുത്. പിന്നെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വേറെ വളങ്ങളൊന്നും ഇട്ട് ഈ റോസ നടല്ലേ. കുറച്ച് ചാണകപ്പൊടിയും വെറും മണ്ണ് മാത്രം ഇട്ട് ചെടി പിടിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വളം ഇട്ട് കൊടുത്താൽ മതി. അത് DAP അങ്ങനെയുള്ള വളങ്ങൾ, മറ്റുള്ള റോസയ്ക്കൊക്കെ ഇടുന്ന വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. പക്ഷേ റോസ നല്ലതായിട്ട് പുതിയ ഇലകളൊക്കെ വന്ന് പുതിയ മുട്ടുകളും ഒക്കെ വന്ന് അതിന് ശേഷം മാത്രം വളമിട്ട് കൊടുക്കുക. പിന്നെ ഇനി നല്ല മഴയാണെന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് വെക്കുന്നതിനൊന്നും ഈ റോസ പോകത്തില്ല. റോസ നല്ലതായിട്ട് പൊട്ടിക്കിളിർക്കും. ഭയങ്കര വെയിലാണെങ്കിൽ മാത്രം റോസായ്ക്ക് ചെറിയ മുരടിപ്പൊക്കെ വരുമെന്നേ ഉള്ളൂ. അത് കട്ട് ചെയ്തൊക്കെ കളഞ്ഞ് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. നമ്മളെ സാധാരണ നാടൻ റോസ വളരുന്ന പോലെ തന്നെ വളരും. ബഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങനെ മാറി ബഡിൻ്റെ ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ആ ബഡ് ചെയ്ത ഭാഗം മാറിപ്പോയാൽ പോലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചേർത്ത് വെക്കുവോ അല്ലെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കെട്ടി വെച്ചാൽ പോലും ഈ റോസ നല്ലതായിട്ട് പിടിക്കും. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഈ റോസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന സമയത്ത് ബഡിൻ്റെ ഭാഗത്തു നിന്നും അടർന്ന് മാറി വരുന്നത് ഞങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടി വെക്കുമ്പോൾ അത് നല്ലതായിട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പോകുന്നതൊന്നും അല്ല ഈ റോസ. പിന്നെ ഇപ്പം 10 എണ്ണം വെക്കുമ്പോൾ 1 2 ഒക്കെ പോവും. അത് ഏത് റോസ വെച്ചാലും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം ഒന്നും പിടിച്ച് കിട്ടത്തില്ല. ചിലപ്പോൾ 10 എണ്ണം വെക്കുമ്പോൾ 1 2 ഒക്കെ റോസ പോവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ റോസ കിട്ടുമ്പോൾ 3 മണിക്കൂർ വെള്ളത്തിൽ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞാൽ ഏത് ചെടിയാണെങ്കിലും അങ്ങനെ തന്നെ ഇറക്കി വെക്കുന്നത് അതിൻ്റെ ക്ഷീണം മാറാനും നല്ല ഹെൽത്തി ആയിട്ട് നടുന്ന സമയത്ത് ഇരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അയച്ചു തരുന്ന സമയത്ത് ഡാമേജ് വരുമോ ചെടിയുടെ എണ്ണം കുറവോ ഉണ്ടെങ്കിലോ ഞങ്ങളോട് പറഞ്ഞാൽ ചെടി അയച്ചു തരും. ഈ ഡബിൾ കളർ വരുന്ന റോസയ്ക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടിയുടെ പൂ പോകാറാകുമ്പോൾ ഒറ്റ കളറായിട്ടാണ് നിൽക്കുന്നത്. അത് വിരിഞ്ഞ് വരുമ്പോഴാണ് ഡബിൾ കളറായിട്ട് വരുന്നത്. അപ്പോൾ പൂ കൊഴിയാറാകുമ്പോൾ ഇപ്പോൾ ഇളം റോസും കടും റോസും കൂടെ ഉള്ള റോസയാണെങ്കിൽ പൂ കൊഴിയാറാകുമ്പോഴത്തേക്ക് അത് ഒറ്റ കളറായിട്ട് മാറും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അയച്ചു തരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഒറ്റ കളറായിട്ട് വരും. പക്ഷേ വിരിഞ്ഞ് വരുന്നത് പല കളറിലാണ് ഇത് വിരിഞ്ഞ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റിയുള്ള റോസകളുണ്ട്. ഇന്ന് ഈ പ്രാവശ്യത്തെ റോസയ്ക്കകത്ത് പനിനീർ റോസായും ഉണ്ട്. പനിനീർ റോസ നല്ല മണമുള്ള ഈ കളറുള്ള റോസയാണ്. ഇതും കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 250 രൂപയ്ക്ക് 5 കളർ തരുന്ന റോസ. അത് 5 കളർ തന്നെയായിരുന്നു. ഒരേ കളറ് നിങ്ങൾക്ക് തരത്തില്ല. 5 വ്യത്യസ്തമായിട്ടുള്ള നല്ല കളറുകൾ. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ അയച്ചു തന്നാൽ ഞാനത് മാറ്റിത്തരും. മാറ്റി നിങ്ങൾക്ക് വേറെ അതിന് പകരം ചെടി തരാം അയക്കുന്ന സമയത്ത്. പിന്നെ എല്ലാം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം നമ്മളിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ തന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കളർ മാത്രം ലാസ്റ്റിലാവും. നമുക്കത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് 5 കളറും 5 വ്യത്യസ്തമായിട്ടുള്ള റോസ അയച്ചു തരാമെന്ന് പറയുന്നത്.
ഈ കാണിക്കുന്ന റോസകളൊക്കെ തന്നെയാണ് അയച്ചു തരുന്നത്. ചിലവർ ചോദിക്കും പൂവുണ്ടോ വേരുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. എൻ്റെ വീഡിയോ എടുക്കുന്ന റോസ തന്നെയാണ് ഞാൻ ആ ആഴ്ച കൊറിയർ ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ആഴ്ചയിലും വീഡിയോ ചെയ്യുന്നത് നമ്മൾ അയക്കുന്ന ചെടിയുടെ തന്നെ വീഡിയോ എടുത്താണ് കൊറിയർ ചെയ്യുന്നത്. അത് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നവരും ചെടി വാങ്ങിക്കുന്നവർക്കും അതറിയാം. DTDC വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. നിങ്ങൾ പ്ലാന്റ് ബുക്ക് ചെയ്യുമ്പോൾ DTDC നിങ്ങളുടെ വീടിൻ്റെ എത്ര അടുത്താണെന്നുള്ളത് നിങ്ങളൊന്ന് തിരക്കണം. പിന്നെ അതുപോലെ പിൻകോഡ് കറക്റ്റായിരിക്കണം തരുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്ന റോസ. നിങ്ങൾക്ക് നല്ല സേഫായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെടി കിട്ടിക്കഴിഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ പാക്കിങ് സൂപ്പറാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അതുപോലെ നല്ലതായിട്ട് റിസ്ക് എടുത്ത് തന്നെയാണ് നമ്മൾ ചെടി പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ചെടി കാണിക്കുവാണെങ്കിൽ ആ ചെടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ മെലസ്റ്റോമയൊക്കെ 50 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്. ഇത് ഓരോരുത്തർക്ക് പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി മാറ്റി വെക്കും. പേരൊക്കെ എഴുതി എല്ലാം സെലക്ട് ചെയ്ത് അയക്കാനുള്ളത് സെലക്ട് ചെയ്ത് പേരെഴുതി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോൾ അയക്കാനായിട്ട് ഓരോരുത്തരുടെ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നത്. എന്നിട്ടിത് കൊറിയർ ചെയ്യുന്നത്. കുറച്ച് മണ്ണ് വെച്ചാണ് പാക്ക് ചെയ്യുന്നത്, ഗ്രോ ബാഗിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.